എവിടെയാണോ നിങ്ങൾക്ക് തഴച്ചു വളരാനുള്ള സ്ഥലം, അതുവരെ നിങ്ങളിങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കും. പിന്നെ അപ്പൂപ്പൻ താടി അങ്ങനെ തന്നെയാണ്, പറന്ന് നടന്നിട്ട് അതിലൊരു വിത്ത് കണ്ടില്ല, ആ വിത്ത് താഴോട്ട് വീഴും. പിന്നെ അത് അവിടെ വളരും. പിന്നെ അതിന് പറക്കലില്ല, പറക്കൽ നിൽക്കും. അതുപോലെയാണ് നമ്മുടെ യാത്ര, ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നത്. എവിടെയാണോ നമ്മൾക്ക് നമ്മുടെ ഭൂമി, ആ ഭൂമിയിലാണ് നമ്മൾ എത്തിപ്പെടുക. അവിടെ നിങ്ങൾ തഴച്ചു വളരും. അതാണ് ആധ്യാത്മികതയുടെ രഹസ്യം ശരിക്കും. അതുകൊണ്ടാണ് ആളുകൾ അന്വേഷണം നിർത്താത്തത്. എപ്പോഴും അന്വേഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണ്. അന്വേഷണമില്ലെങ്കിൽ യാത്ര ഇല്ല. അങ്ങനെ യാത്രയുടെ ആവശ്യമില്ലല്ലോ പിന്നെ. അപ്പോൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. മനുഷ്യൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാരും അന്വേഷിച്ചിരിക്കുക. നമ്മളിത് സംസാരിക്കുമ്പോൾ ആളുകൾ വലിയ ദൂരദർശിനി വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ISR ഒരു ഗ്രഹം കണ്ടുപിടിച്ച് അടുത്ത ഗ്രഹത്തിൽ അങ്ങനെ അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിതാന്തമായ ജാഗ്രതയാണ്, രാവും പകലുമില്ലാത്ത യാത്ര. അതാണ് അന്വേഷണം എന്നത്. അന്വേഷണം ഒടുവിൽ നിൽക്കുന്നത് അവസാനം ആധ്യാത്മികതയിലായിരിക്കും. ഇത് ഭൗതികവാദിയിലും ഏത് വാദിയിലും അവസാനം നിൽക്കുന്നത് ആധ്യാത്മികതയിൽ അവസാനിപ്പിക്കും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ 2 തരത്തിലുണ്ട് വിശ്വാസം. ഞാൻ ഇന്നിപ്പോൾ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പം മതത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മതത്തിനെ പറ്റിപ്പിടിക്കാം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഈശ്വരനെ പറ്റിപ്പിടിക്കാം. നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഒരു ഗുരുവിനെ തട്ടിപ്പിടിക്കാം. അങ്ങനെയാണ് ചില ആളുകൾക്ക്. നിങ്ങളുടെ ഉള്ളിൽ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. പുറത്തു പോയി നിങ്ങൾക്ക് ആനന്ദത്തെ കണ്ടെത്താൻ കഴിയില്ല. ഉള്ളിലാണ് ആനന്ദം. ആനന്ദം നമ്മൾ എല്ലാവരും ചെറിയൊരു കഥ പറയാറുണ്ട്. നിങ്ങൾക്ക് പറയുന്ന കഥ തന്നെയാണ് ഈ നമ്മുടെ മാനിൻ്റെ കഥ, കസ്തൂരിമാനിൻ്റെ കഥ. നിങ്ങൾ കേട്ടില്ലേ? കസ്തൂരിമാൻ്റെ കഥ കേട്ടില്ലേ? അതാണ് മനുഷ്യൻ. സ്വന്തം ആനന്ദം സ്വന്തം ഹൃദയത്തിലാണെന്ന് തിരിച്ചറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം എത്തിപ്പെടുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. തത്വമസി അലച്ചിൽ നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത്, യഥാർത്ഥ ഗുരുവിൻ്റെ അടുത്ത്. ഗുരുക്കന്മാർ ഒരുപാടുണ്ട്. നിങ്ങൾ കാണുന്ന ഒന്നും ഗുരു ആയിരിക്കണം എന്നില്ല. ഇവിടെ കാണുന്നത് ഗുരു ആവണമെന്നില്ല. ഞാനൊരു ഗുരുവാണെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല, ആരോടും പറഞ്ഞില്ല. നിങ്ങളിവിടെ വരുന്നു, നിങ്ങളൊരു ഫ്രണ്ടിനെ കണ്ട എന്താ സാധാരണ ചെയ്യാം? കുശലാന്വേഷണം നടത്തുന്നു. അതുപോലെ മാത്രമേ ഉള്ളൂ. ഡെസ്റ്റിനേഷനാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പുറത്തും ഗുരുക്കന്മാരുണ്ട്. ഗുരു എന്ന് പറയുന്നത് പരമ്പരയാണ്. പൊട്ടാത്ത കണ്ണികളുടെ പാരമ്പര്യം നിലനിർത്തുന്നവനാണ് ഗുരു.